എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് അരിത്തമാറ്റിക് സീക്വൻസിന്റെ ബാക്കി പോർഷൻ ആണ്, സമ്മുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് സീക്വൻസ് എടുത്തിട്ടുണ്ട്, 5 ടേം ഉള്ളതും 4 ടേം ഉള്ളതും. ഓക്കെ, രണ്ട് സെയിം സീക്വൻസ് ആണ്. ഇവിടെ 5 ടേം എടുത്തു, ഇവിടെ 4 ടേം എടുത്തു. രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ് അല്ലേ ഇത്. 5നോട് 3 കൂട്ടിയാൽ 8 കിട്ടും, 8നോട് 3 കൂട്ടിയാൽ 11, അങ്ങനെ 3 കൂട്ടിയുള്ള സീക്വൻസ് ആണ് ഈ രണ്ടും എടുത്തേക്കുന്നത്. ഇവിടെ നോക്കിയേ, 5 സംഖ്യകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 5 ടേം, അതായത് ഓഡ് നമ്പർ ഓഫ് ടേംസ് അല്ലേ. 1 2 3 4 5 5 എന്നുള്ളത് ഓഡ് നമ്പർ അല്ലേ. ഓഡ് നമ്പർ ഓഫ് ടേംസ് തന്നിട്ട് ഈ സീക്വൻസിന്റെ സമ്മ് കാണാനായിട്ട് പറഞ്ഞ് ഇത്രയും ചെയ്താൽ മതി. നടുക്കുള്ള ടേം ആരും നോക്കുക, മിഡിൽ ടേം ആരും നോക്കുക, 11. അതിന് എന്ത് ചെയ്താൽ മതി, എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ആൻസർ 55. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഒരു അരിത്തമാറ്റിക് സീക്വൻസിൽ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് ഉള്ളതെങ്കിൽ സമ്മ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, മിഡിൽ ടേമിനെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എങ്ങനെയാണ്, മിഡിൽ ടേമിന് ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ മിഡിൽ ടേമിനെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി നോക്കിയേ, ഓഡ് ടേം അല്ല, ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ്. ഇവിടെ ഇനി കൃത്യം നടുക്കൊരാളിനെ പറയാൻ പറ്റുമോ? ഇല്ല, രണ്ടുപേരില്ലേ. കൃത്യം നടുക്കൊരാളെ പറയാൻ പറ്റില്ല എങ്കിൽ നടുക്കുള്ള 2 പേരെയും കൂടി ഒരുമിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ 2 പേരെ ഒരുമിച്ചാണ് എടുത്തത്, അതായത് ഒരു പെയറാണ് ഞാൻ എടുത്തത്. അപ്പൊ നടുക്കത്തെ പേരിന്റെ സമ്മ കണ്ടുപിടിക്കുക. 8ഉം 11ഉം കൂട്ടിയാൽ എത്രയാണ്, 19. ഇനി ചെയ്യേണ്ടത്, ഇവിടെ എത്ര പെയർ ഉണ്ടെന്ന് നോക്കുക. ഇവർ 2 പേരും ചേർത്തൊരു പെയർ, ഇവർ 2 പേരും ചേർത്തൊരു പെയർ. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ആകെ മൊത്തം 4 പേരാണ് ഉള്ളത്. അപ്പോൾ 4 2 കൊണ്ട് ഭാഗിച്ചാൽ 2 പെയർ എനിക്ക് കിട്ടും അല്ലെ. അപ്പൊ ഈ 19നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ആൻസർ 38. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ സമ്മ് കണ്ടുപിടിക്കാനായിട്ട് പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണോ ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണോ നോക്കാം. ഓക്കെ, ഈ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ നടുക്കുള്ള ആളിൽ എന്ത് ചെയ്താൽ മതി, എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ നടുക്കുള്ള 2 പേരുടെ സമ്മ് കണ്ടുപിടിക്കുക. അവര് എത്ര പെയർ ഉണ്ട് അല്ലെങ്കിൽ മൊത്തം എത്ര ടേം ഉണ്ടോ അതിന്റെ പകുതി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഈ ഓഡ് നമ്പറിന്റെ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈവൻ നമ്പറിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചെയ്ത് കാണിക്കാം. ഇവിടെ 17 കഴിഞ്ഞ് 20 കൂടി ഉണ്ടെന്ന് കരുതുക. ഓക്കെ, അപ്പൊ 6 ടേംസ് ഉണ്ട്. ഇവിടെ എനിക്ക് സമ്മ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യും, നടുക്ക് ഒരാളായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നടുക്കുള്ള 2 പേരെയും കൂടി ഞാൻ പരിഗണിക്കും. 14ഉം 11ഉം കൂട്ടിയാൽ എത്രയാണ്, 11 + 14 = 25. ഈ 25നെ മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ മൊത്തം 1 2 3 4 5 6 പേരാണുള്ളത്. സോ 6ന്റെ പകുതി എത്രയാണ്, 3 കൊണ്ട് മൾട്ടിപ്ലൈ, ആൻസർ 75. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നോക്കി, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. Write 3 arithmetic sequences with the sum of first 7 terms 70. 3 arithmetic sequence എനിക്ക് എഴുതണം. അതിന്റെ കണ്ടീഷൻ പറഞ്ഞാൽ ആദ്യത്തെ 7 പേര് തമ്മിൽ കൂട്ടിയാൽ എനിക്ക് എത്ര കിട്ടണം, 70 കിട്ടണം. അപ്പൊ ആദ്യത്തെ 7 ടേമുകളെ നമ്മൾ എങ്ങനെ എടുക്കാം, x1 x2 x3 x4 x5 x6 x7. ഓക്കെ, ഇവരെല്ലാവരും ആഡ് ചെയ്താൽ എത്ര കിട്ടണം, 70 കിട്ടണം. ഓക്കെ, ഞാനിപ്പോ കുറച്ച് നേരത്തെ പറഞ്ഞു നമുക്ക് ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് ഉള്ളതെങ്കിൽ, ഇവിടെ ഇപ്പൊ 7 ടേം അല്ലേ, ഒറ്റ സംഖ്യയല്ലേ. ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ സമ്മ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, മിഡിൽ ടേമിനെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇവിടെ മിഡിൽ ടേം നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇപ്പൊ എല്ലാ കേസിലും ഇതുപോലെ എഴുതി തന്നെ കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. ഇവിടെ നമുക്കിപ്പോ ഇവിടെ നിന്ന് ഒരാളെ 2 പേരെ കളയാം, ഇവിടെ നിന്ന് 2 പേരെ കളയാം, ഇവിടെ നിന്ന് ഓരോരുത്തരെ വീണ്ടും കളയാം. അപ്പൊ x4 എന്തായിട്ട് വരും, മിഡിൽ ടേം ആയിട്ട് വരും. ഇനി അതല്ലാതെ മറ്റൊരു മെത്തേഡ് കൂടി ഞാൻ പറഞ്ഞു തരാം. 7 പേരുടെ സമ്മല്ലേ കാണാൻ പറഞ്ഞത്. അപ്പൊ 7നോട് 1 കൂട്ടിയാൽ എത്രയാണ്, 8. 8ന്റെ പകുതി എടുത്താൽ 4. നാലാമത്തെ ആളായിരിക്കും മിഡിൽ ടേം. മിഡിൽ ടേം കാണാൻ പറയുമ്പോൾ ഇങ്ങനെ എല്ലായ്പ്പോഴും എഴുതണമെന്നില്ല, ജസ്റ്റ് ഇത്രയും ചെയ്താൽ മതി. അവസാനം തന്നിരിക്കുന്ന ആരാണെന്ന് നോക്കാം, അതിനോട് 1 കൂട്ടുക, പകുതി എടുക്കുക, അപ്പൊ മിഡിൽ ടേം കിട്ടും. അപ്പൊ ഇവിടെ നാലാമത്തെ ആൾ മിഡിൽ ടേം x4 ഇൻറ്റു 7. 7 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും, 70 കിട്ടും. സോ 70 അപ്പുറത്തോട്ട് ഡിവൈഡ് ചെയ്യാലോ. x4 = 70 ഡിവൈഡ് ബൈ 7 = 10. അപ്പൊ നാലാമത്തെ ആൾ എത്രയെന്ന് കിട്ടി, 10 എന്ന് കിട്ടി. ഞാൻ ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. x4 = 10. എനിക്ക് 3 സീക്വൻസ് എഴുതണ്ടേ. നാലാമത്തെ ആൾ 10, എനിക്ക് ഇങ്ങോട്ട് 3 പേര് വേണം, അങ്ങോട്ടേക്ക് 3 പേര് വേണം ഇല്ലേ. നാലാമത്തെ ആൾ മൂന്നാമത്തത്, രണ്ടാമത്തത്, ഒന്നാമത്തത്. കോമൺ ഡിഫറൻസിന്റെ കാര്യം ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കോമൺ ഡിഫറൻസ് എടുക്കാം. 3 സീക്വൻസ് എഴുതിയാൽ മതി. ഞാനിപ്പോ 1 കോമൺ ഡിഫറൻസ് എടുക്കുന്നു. ഇപ്പൊ 11 12 13 1 വെച്ച് കൂട്ടി എഴുതും. ബാക്കിലേക്കാണെങ്കിൽ 1 വെച്ച് കുറച്ച് എഴുതും. 9 8 7. ഇനി ഒരു സീക്വൻസ് കൂടെ എഴുതാമല്ലോ. വീണ്ടും 10നെ അവിടെ തന്നെ എഴുതി. നേരത്തെ ഞാൻ 1 വെച്ചല്ലേ കൂട്ടി എഴുതിയത്. അപ്പൊ അടുത്ത് 2 വെച്ച് 12 14 16 8 6 4.
ഓക്കെ, ഒരു സീക്വൻസ് കൂടെ നമുക്ക് എഴുതാം. 10നെ വീണ്ടും നടുക്ക് എഴുതി. 13, 16, 19. ഞാൻ 3 വെച്ച് ഡിഫറൻസ് എടുത്തു. സോ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 7, 4, 1. 3 സീക്വൻസുകളായി. ഓക്കെ, അപ്പോൾ സമ്മിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് മിഡിൽ ടേമിന് നടുക്ക് വരുന്നത് ആരാണോ അയാളെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? സമ്മ് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. The sum of first 3 terms of an arithmetic sequence is 30. ആദ്യത്തെ 3 പേരുടെ സം എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, അതുപോലെ the sum of first 7 terms, ആദ്യത്തെ 7 പേരുടെ സം എന്ന് പറയുന്നത് S7 എന്ന് പറയുന്നത് 140 ആണ്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ഫൈൻഡ് സെക്കൻഡ് ടേം, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫോർത്ത് ടേം, അതുപോലെ റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ്. ഫസ്റ്റ് 3 ടേംസ് 3 ചോദ്യങ്ങളാണുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. 3 പേരുടെ സമ്മ് 30. 3 പേരുടെ സം എന്ന് പറയുമ്പോൾ സമ്മ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നടുക്കുള്ള ആളിനെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ? അപ്പോൾ ഈ 3 പേരെ എടുക്കുമ്പോൾ അതിൽ സമ്മ് നടുക്ക് വരുന്നത് ആരാണ്? 3 പേര് എടുത്ത് കഴിഞ്ഞാൽ നടുക്ക് വരുന്നത് 1, 2, രണ്ടാമത്തെ ആളല്ലേ? ഇനി അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? 3നോട് 1 കൂട്ടിയാൽ 4, 4ന്റെ പകുതി എടുത്താൽ 2. സോ x2 സെക്കൻഡ് ടേം ഇൻറ്റു 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30 കിട്ടും. ഓക്കെ, ഇത് മനസ്സിലായോ? ഇതിന്റെ നടുക്കുള്ള ടേം എടുക്കാം. നടുക്കുള്ള ടേം കണ്ടുപിടിക്കാൻ ഇത്രയും ചെയ്താൽ മതി. തന്നിരിക്കുന്ന നമ്പറിനോട് 1 കൂട്ടി പകുതി എടുത്താൽ മതി. 3നോട് 1 കൂട്ടിയാൽ 4, 4ന്റെ പകുതി എടുത്താൽ 2. അപ്പോൾ x2 ആണ് മിഡിൽ ടേം. ഇൻറ്റു 3 ചെയ്യുമ്പോൾ 30 കിട്ടും. സോ x2 ഈക്വൽ ടു ഇൻറ്റു 3 ഇവിടേക്ക് വരുമ്പോൾ ഡിവൈഡ് ബൈ 3 ആവും. 30/3 10. സോ സെക്കൻഡ് ടേം എന്ന് പറയുന്ന ഒന്നാമത്തെ പാർട്ടിന്റെ ആൻസർ എത്രയാണ്? 10. ഇനി രണ്ടാമത്തെ പാർട്ട് നമുക്ക് ചെയ്യാം. 7 പേരുടെ സമ്മ് 140. ഓക്കെ, 7 പേരെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 7നോട് 1 കൂട്ടിയാൽ 8, 8ന്റെ പകുതി എടുത്താൽ 4. അപ്പോൾ മിഡിൽ ടേം ആരാണ്? 4. സോ x4 നാലാമത്തെ ടേം ഇൻറ്റു 7 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 140 കിട്ടും. ഓക്കെ, ഇൻറ്റു 7 അപ്പുറത്തേക്കുമ്പോൾ ഡിവൈഡ് 7 ആവും. x4 ഈക്വൽ ടു 140 ഡിവൈഡ് ബൈ 7 20. അപ്പോൾ x2 സെക്കൻഡ് ടേമിന് കിട്ടി, ഫോർത്ത് ടേമിന് കിട്ടി. എന്റെ മൂന്നാമത്തെ ചോദ്യം എന്താണ്? ആദ്യത്തെ 3 ടേമുകൾ ഏതൊക്കെയെന്ന് എഴുതാം. ആദ്യത്തെ 3 ടേമുകൾ എഴുതാനായിട്ട് 3 ടേമുകൾ എനിക്ക് എഴുതണം. അതിൽ രണ്ടാമത്തെ ടേം എനിക്ക് എത്രയാണെന്ന് അറിയാം? 10 ആണെന്ന് അറിയാം. എനിക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. എനിക്കിപ്പോൾ രണ്ടാമത്തെ ആളിനെയും അറിയാം, നാലാമത്തെ ആളിനെയും അറിയാം. സോ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് തന്നിട്ടുള്ള ടേമുകളെ തമ്മിൽ കുറയ്ക്കുക. x4 നാലാമത്തെ ആരാണ്? 20, രണ്ടാമത്തെ ആരാണ്? 10. സോ 20ൽ നിന്ന് 10 കുറയ്ക്കുക. ഡിവൈഡ് ബൈ നാലാമത്തതും രണ്ടാമത്തതും അല്ലേ? താഴെ 4 മൈനസ് 2. ക്ലിയർ ആണോ? 20ൽ നിന്ന് 10 കുറയ്ക്കുക. താഴെ ഡിനോമിനേറ്ററിൽ 4 മൈനസ് 2. 20ൽ നിന്ന് 10 കുറച്ചാൽ 10 ഡിവൈഡ് ബൈ 4 2 കുറച്ചാൽ 2. സോ ആൻസർ എത്ര ആയത് കിട്ടും? 5 എന്ന് കിട്ടും. അപ്പൊ എന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 5. 10നോട് 5 കൂട്ടിയാൽ 15, 10ൽ നിന്ന് 5 കുറച്ചാൽ 5. അപ്പൊ ആദ്യത്തെ 3 ടേമുകൾ എന്ന് പറയുന്നത് 5, 10, 15. ഓക്കെ, അപ്പൊ ഇത് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും ക്ലിയർ ആവുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. The sum of first 5 terms of an arithmetic sequence is 150. Sum of first 5 terms, അതായത് 5 പേരെ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 150 കിട്ടും. And sum of first 10 terms, ആദ്യത്തെ 10 പേരെ കൂട്ടിയാലോ 550 കിട്ടും. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് എ തേർഡ് ടേം? മൂന്നാമത്തെ ആളാരാണ്? അതുപോലെ തന്നെ 8th ടേം, 8ാമത്തെ ആളാരാണ്? അതുപോലെ തന്നെ ഫസ്റ്റ് 3 ടേംസ്, ആദ്യത്തെ 3 ടേംസ് എഴുതുക. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ 5 പേരെ കൂട്ടിയാൽ എത്രയാണ്? 150 ഇല്ലേ? നമ്മൾ നോക്കിയേ, നമ്മൾ നേരത്തെ പഴയ കോൺസെപ്റ്റ് മിഡിൽ ടേമിനെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? സമ്മ് കിട്ടും. 5നോട് 1 കൂട്ടുക, 6, 6ന്റെ പകുതി എടുത്താൽ 3. അപ്പൊ മൂന്നാമത്തെ ആളാണ് മിഡിൽ ടേം. സോ മിഡിൽ ടേം എന്ന് പറയുന്നത് x3 ഇൻറ്റു ഇവിടെ 5 പേരല്ലേ ഉള്ളത്, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 150 കിട്ടും. അപ്പോൾ x3 എന്ന് പറയുന്നത് 150 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 30. ക്ലിയർ ആണോ? ഇവിടെ എങ്ങനെ മിഡിൽ ടൈം കിട്ടി? 5നോട് 1 കൂട്ടി പകുതി എടുത്തു. ഓക്കെ, അപ്പോൾ x3 എന്ന് കിട്ടി. ഇൻറ്റു 5 ചെയ്യുമ്പോൾ 150. അതിൽ നിന്ന് x3 കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? 8th ടൈം കണ്ടുപിടിക്കണം. ഇവിടെ 10ാമത്തെ ആളിന്റെ മിഡിൽ ടൈം ആണോ? ഇവിടെ 10 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണല്ലേ. അപ്പോൾ ഇങ്ങനെയല്ല മിഡിൽ ടൈം കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു പെയർ ആക്കി എടുക്കാൻ പറഞ്ഞു. ഇവിടെ ഞാൻ വേറൊരു രീതിയിൽ ചെയ്യുവാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ,
10 ടേം ഉണ്ട്. ഈ 10 പേരുടെയും കൂടെ സമ്മാണ് എത്ര? 550 അല്ലേ? ഈ 10 പേരെയും കൂടെ കൂട്ടിയാൽ 550 കിട്ടും. 10 ആൾക്കാരാണ്, ടേമുകളാണ്. 10 ടേം കൂടെ കൂട്ടിയാൽ 550 കിട്ടും. അതിൽ ആദ്യത്തെ 5 പേരെ കൂട്ടിയാൽ എത്രയാണ്? 150 ആണ്. അപ്പൊ ഇത്രയും പേരെ കൂട്ടിയാൽ എത്ര കിട്ടും? ആകെ 550 ആണ്. ഇത്രയും പേര് 150 ആണ്. അല്ലെങ്കിൽ 550 മൈനസ് 150 ചെയ്താൽ പോലെ എത്ര കിട്ടും? 400 കിട്ടും. അതായത് ഇത്രയും പേരുടെ സം എന്ന് പറയുന്നത്, ഈ 5 പേരുടെ സം എന്ന് പറയുന്നത് 400 ആണ്. അതിൽ നടുക്ക് കിടക്കുന്ന ആരാണ്? 8ാമത്തെ ആളല്ലേ? സോ x8 ടേം ഇൻറ്റു 1 2 3 4 5 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടും? 400 കിട്ടും. ക്ലിയർ ആണോ? ആദ്യത്തെ 10 പേരുടെ സം 550, ആദ്യത്തെ 5 പേരുടെ സം 150 ആണ്. അപ്പൊ ബാക്കി 5 പേരുടെ സം എത്രയായിരിക്കും? 550 ബാക്കി എത്രയായി പറ്റൂ? 400 ആയി പറ്റത്തുള്ളൂ. ഈ 400 എന്ന് പറയുന്നത് ഇവിടെ 5 പേരല്ലേ, ഓഡ് നമ്പർ അല്ലേ? അപ്പൊ നടുക്കത്തെ ആളിനെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 8ാമത്തെ ആളിനെ 1 2 3 4 5 5 കൊണ്ട് മൾട്ടിപ്ലൈ എത്ര കിട്ടും? 400 കിട്ടും. x8 ഈക്വൽ ടു 400 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു എത്രയാണ്? 5 80 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 8ാമത്തെ ടേമിന്റെ വാല്യൂ 80 ആണ്. അപ്പൊ എന്റെ സെക്കൻഡ് പാർട്ടിന് ആൻസർ കഴിഞ്ഞു. 8ാമത്തെ ടേം എത്ര? സെക്കൻഡ് ചോദ്യം, അതിന്റെ ആൻസർ കഴിഞ്ഞു. ഇനി ആദ്യത്തെ 3 ടേം ഏതൊക്കെയാണെന്ന് എഴുതണം. സോ ഫസ്റ്റത്തെ 3 പേര് എഴുതാനായിട്ട് തേർഡ് ടേം എനിക്ക് ഓൾറെഡി അറിയാം 30 ആണ്. ബാക്കിയുള്ളവരെ ഫില്ല് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കോമൺ ഡിഫറൻസ് അറിയണം. സോ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് 3ാമത്തെ ആളിനെയും അറിയാം, 8ാമത്തെ ആളിനെയും അറിയാം. സോ അവരെ തമ്മിൽ കുറയ്ക്കുക. 80 മൈനസ് 30 ഡിവൈഡ് ബൈ പൊസിഷനെ തമ്മിൽ കുറയ്ക്കുക. 8 മൈനസ് 3 80 30 50, 8 3 കുറച്ചാൽ 5, കോമൺ ഡിഫറൻസ് 10 എന്ന് കിട്ടും. സോ 10 വെച്ച് കുറയ്ക്കുക 20 10. എന്റെ സീക്വൻസ് എന്ന് പറയുന്നത് 10 20 30. തേർഡ് ടേം എന്ന് പറയുന്നത് 30, 8th ടേം എന്ന് പറയുന്നത് 80. ആ സീക്വൻസ് എന്ന് പറയുന്നത് 10 20 30. ഓക്കെ, ഡൗട്ട് ഉള്ളവർ ഒന്നുകൂടി എന്ത് ചെയ്യുക? റിവൈൻഡ് ചെയ്ത് കേട്ട് നോക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം? The sum of the 11th and 21st term. 11th ടേമും 21st ടേമും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 80 കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 80. അങ്ങനെയൊക്കെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ 16th ടേം? ഒന്നുകൂടി നോക്കാം. 11th ടേമും 21st ടേമും 11 21 കൂട്ടിയാൽ 80 കിട്ടുമെന്നല്ല ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. 11th 11ാമത്തെ ആള്, ഏതൊരു സീക്വൻസ് ഉണ്ട് അതിൽ 11ാമത്തെ ആളിനെയും 21ാമത്തെ ആളിനെയും തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 80 കിട്ടും. അങ്ങനെയെങ്കിൽ 16ാമത്തെ ആൾ എത്രയാണ്? എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എപ്പോഴും തരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവർ എന്തെങ്കിലും ഒരു രീതിയിൽ മിഡിൽ ടേമുമായിട്ടൊരു കണക്ഷൻ കാണും. മിഡിൽ ടേം ഇട്ടുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ എത്ര നോക്കുക? 11 21, 11ാമത്തെ ആളിനെയും 21ാമത്തെ ആളിനെയും കൂട്ടിയാൽ 80 കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. ഈ 11 21 കൂട്ടിയാൽ എത്രയാണ്? 11 പ്ലസ് 21 32 അല്ലേ? അതിന്റെ പകുതി അല്ലേ ഈ പറഞ്ഞിരിക്കുന്ന 16? അതായത് ഇവരെ തമ്മിൽ കൂട്ടിയിട്ട് പകുതി എടുത്താലല്ലേ 16 കിട്ടുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? 80ന്റെ പകുതി എടുത്താൽ മതി. 80/2 ഈക്വൽ ടു 40. ഇത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഒറ്റ വരിയിൽ ഉത്തരം കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. 11 21 കൂട്ടിയാൽ എത്രയാണ്? 32. അതിന്റെ പകുതിയാണ് 16. പൊസിഷൻ വാല്യൂസിന്റെ പകുതിയാണ് 16. സോ ആൻസർ എന്ന് പറയുന്ന ടേമിന്റെ എന്ത് തന്നെയായിരിക്കും? പകുതി തന്നെയായിരിക്കും. ആൻസർ 40. സിമ്പിൾ അല്ലേ? നമ്മുടെ എക്സസൈസിലെ അവസാനത്തെ ചോദ്യമാണ്. The angles of a pentagon are an arithmetic sequence. If the angles are written according to their magnitude, what would be the third angle? അപ്പോൾ എന്റെ കയ്യിൽ ഒരു പെന്റഗൺ ഉണ്ട്. ഒരു പെന്റഗണിന്റെ 1 2 3 ഓക്കെ 5 ആംഗിൾസ് ഞാൻ മാർക്ക് ചെയ്തു. ഒരു പെന്റഗണിന് 5 ആംഗിൾസ് ഉണ്ട്. ഇതില് ഈ ആംഗിൾസിനെ എല്ലാം ഒരു അരിത്തമെറ്റിക് സീക്വൻസിലാണ് ഇരിക്കുന്നത്. അതായത് 1ാമത്തെ ആംഗിൾ ഏറ്റവും ചെറുത്, അതിനോട് എത്രയോ കൂട്ടിയാൽ 2ാമത് കിട്ടും. അതേ സെയിം നമ്പർ ആഡ് ചെയ്യുമ്പോൾ 3ാമത് കിട്ടും. അങ്ങനെയാണ് ഈ ആംഗിൾസ് എല്ലാം ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഇതില് മിഡിൽ വരുന്ന, അതായത് 3ാമത് വരുന്ന ആംഗിൾ ഇല്ല, 5 പേരല്ലേ ഉള്ളൂ. അപ്പൊ 3ാമത് വരുന്ന ആംഗിൾ എത്ര എന്നാണ് എന്റെ ചോദ്യം. നമുക്ക് ഒരു പെന്റഗണിലെ ആംഗിൾസിന്റെ സം എത്രയാണെന്ന് അറിയാം? 540 ആണെന്ന് അറിയാം. ഇല്ലാത്തവർ ഓർത്തിരിക്കുക, ട്രയാംഗിളിലെ 3 ആംഗിളുകൾ കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 180. അത് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ 360, പെന്റഗൺ ആണെങ്കിൽ 540, അതുപോലെ തന്നെ ഹെക്സാഗൺ ആണെങ്കിൽ 720. ഇമ്പോർട്ടന്റ് വാല്യൂസ് ആണ്. ഈ 4 പേര് എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും കണക്ക് ഓർത്തിരിക്കുക. ട്രയാംഗിൾ ആണെങ്കിൽ 180, ക്വാഡ്രിലാറ്ററൽ 360, പെന്റഗൺ 540, ഹെക്സാഗൺ 720. ഓക്കെ,
അപ്പൊ നമ്മുടെ ഇവിടെ ചോദ്യത്തില് പെന്റഗണാണ് വന്നിരിക്കുന്നത്. സോ ആംഗിളിന്റെ സം എത്രയാണ്? 540. ഞാൻ ആംഗിൾസിനെ x1, x2, x3, x4, x5 എന്ന് വിളിച്ചു. എല്ലാവരെയും കൂടെ ആഡ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? 540 കിട്ടും. സോ നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണ്? മിഡിൽ ടേമിനെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 540 കിട്ടും അല്ലേ? അപ്പോൾ x3 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 540. ഈ 5 എവിടെ നിന്ന് വന്നു? 5 പേരുള്ളത്. സോ x3 ഈക്വൽ ടു 540 ഡിവൈഡ് ബൈ 5 108 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ മിഡിൽ ടേം എത്രയാണ്? തേർഡ് ആംഗിൾ 108 ഡിഗ്രി. ഓക്കെ, ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ആംഗിളിനെ 40 ഡിഗ്രി എന്ന് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആംഗിൾസ് എത്രയായിരിക്കും അല്ലെ? If the smallest angle is 40 degree, what are the other angles? ഇവിടെ 5 പേരല്ലേ ഉള്ളത്. ഏറ്റവും ചെറിയ ആംഗിളിൽ ഞാൻ 40 ഡിഗ്രി എന്ന് കൺസിഡർ ചെയ്തു. മൂന്നാമത്തെ ആൾ x3 തേർഡ് ആംഗിൾ എത്രയാണ്? 108 ഡിഗ്രി. രണ്ടുപേരെ എനിക്ക് അറിയാലോ, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാലോ. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു d ഈക്വൽ ടു ടേം ഡിഫറൻസ് 108 മൈനസ് 40 ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇത് ഒന്നാമത്തെ ആളാണ്, ഇത് മൂന്നാമത്തെ ആളാണ്. സോ 3 മൈനസ് 1. 108 40 പോയാൽ 68 ഡിവൈഡ് ബൈ 3 1 പോയാൽ 2. ആൻസർ 34 എന്ന് കിട്ടും. 34 വെച്ച് കൂട്ടി എഴുതാം. 40നോട് 34 കൂട്ടിയാൽ 74. വീണ്ടും 34 കൂട്ടുമ്പോൾ 108. വീണ്ടും 34 കൂട്ടിയാൽ 142. വീണ്ടും 34 കൂട്ടിയാൽ 176. ഓക്കെ, സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? നമ്മുടെ തേർഡ് പാർട്ട് നോക്കിയേ. Can the smallest angle be 36? ഈ ഏറ്റവും ചെറിയ ആംഗിൾ 40ന് പകരം 36 ഡിഗ്രി ആകാമോ? അപ്പോൾ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം? നമുക്ക് വീണ്ടും 108 ഡിഗ്രി നടുക്ക് എഴുതാം, 36 ഡിഗ്രിയെ ഫസ്റ്റ് വയ്ക്കാം, എന്നിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് ഫില്ല് ചെയ്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അത്രയും ലെങ്ത് പോവാതെ നമുക്ക് എങ്ങനെ ഷോർട്ട് ആയിട്ട് ചെയ്യാം. ഇത്രയും ശ്രദ്ധിക്കുക. നടുക്കുള്ള ആളിന് മാറ്റമൊന്നുമില്ല. 108 40 എന്ന് പറയുന്ന ആളിനെ എത്രയാക്കി? ഞാൻ 36 ആക്കി. അതായത് എത്ര കുറച്ചു? 4 കുറച്ചു. സമ്മിൽ ഒരിക്കലും എന്ത് വരാൻ പാടില്ല? മാറ്റം വരാൻ പാടില്ല. സം എപ്പോഴും എത്ര തന്നെ ആയിരിക്കണം? 540 തന്നെ ആയിരിക്കണം. അപ്പോ ഒരു ആംഗിൾ കുറയുന്നുണ്ടെങ്കിൽ മറ്റേ ആംഗിൾ എന്ത് ചെയ്യണം? കൂടണം ഇല്ലേ? അപ്പോ 40 എന്ന് പറയുന്ന 36 ആയി. 4 കുറഞ്ഞെങ്കിൽ ഇങ്ങേ അറ്റത്തുള്ള 176 എത്ര ആകണം? 4 കൂടണം, 180 ആകണം. ഐഡിയ മനസ്സിലായെന്ന് കരുതുന്നു. 40 എന്ന് പറയുന്ന ആംഗിൾ 36 ആയി, 4 ഡിഗ്രി കുറഞ്ഞു. ഇവിടെ 4 കുറയുന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ആ 4 കൂടണം. ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യണ്ടേ? ഇവിടെ ഇപ്പൊ നോക്കിയേ, അവസാനം വന്ന ആംഗിൾ 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി എന്ന് പറയുന്നത് എന്തല്ല? ആംഗിൾ അല്ല, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, 180 ഡിഗ്രി എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഒരിക്കലും ഒരു ആംഗിൾ ആകത്തില്ല. അപ്പോ ഇതൊരു പെന്റഗണിന്റെ ആംഗിൾ ആയിട്ട്, പെന്റഗണിന്റെ എന്നല്ല ഏതൊരു പോളിഗണിന്റെയും ആംഗിൾ ആയിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ 180 വന്നു കഴിഞ്ഞാൽ എനിക്ക് എത്ര ആംഗിളേ ഉള്ളൂ? 4 ആംഗിളേ ഉള്ളൂ. 4 ആംഗിളേ ഉള്ളൂ എങ്കിൽ എന്തല്ല? പെന്റഗൺ അല്ല, അതൊരു ക്വാഡ്രിലാറ്ററൽ. 4 ആംഗിൾ ഉള്ളത് ക്വാഡ്രിലാറ്ററൽ ആണ്. 36 ഡിഗ്രി വരുന്ന രീതിയിൽ എനിക്ക് പെന്റഗൺ വരയ്ക്കാനായിട്ട് കഴിയത്തില്ല. ഓക്കെ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഒരു എക്സസൈസ് ആണ് നോക്കിയത്. ഇനി ഒരു എക്സസൈസ് കൂടെ ആ ചാപ്റ്ററിൽ ബാക്കിയുണ്ട്. അത് നമുക്ക് ഉടനെ തന്നെ അടുത്തൊരു ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.